നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങൾ അവസാനിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള രണ്ടാംഘട്ട കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. CSI കൊച്ചിൻ മഹാ ഇടവക യുവജന കലാമേളയിൽ തൃശൂർ ജില്ല 1ാം സ്ഥാനം നേടി. സർക്കാർ അവഗണനയ്ക്കെതിരെ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ കരിദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിൽ. OPയും അടിയന്തര ചികിത്സയും ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ തീരുമാനിച്ചിട്ടും പൊതുജനാരോഗ്യത്തിന്റെ കാവൽക്കാരായ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ അവർക്ക് നൽകാതെ തടഞ്ഞുവച്ചിരിക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിക്കൽ കോളേജുകളിലേക്ക് യോഗ്യരായ യുവ ഡോക്ടർമാർ കടന്നുവന്ന് ഡോക്ടർ ക്ഷാമം പരിഹരിക്കുന്നതിന് വിഘാതം ആകുന്ന പ്രവേശന തസ്തികയിലെ ശമ്പള അപാകതകൾ പരിഹരിക്കുക, രോഗീ പരിചരണം സുഗമമാക്കുന്ന രീതിയിൽ രോഗി ബാഹുല്യത്തിനനുസരിച്ച് ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കുക, മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ സംവിധാനത്തെ തകർക്കുന്ന അശാസ്ത്രീയ പുനർവിന്യാസം അവസാനിപ്പിക്കുക, പ്രവേശന തസ്തികയിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറായുള്ള കരിയർ അഡ്വാൻസ്മെന്റ് പ്രൊമോഷന്റെ കാലയളവ് NMC മാനദണ്ഡപ്രകാരം ക്രമീകരിക്കുക, മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും ഡോക്ടർമാർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കുക, DA കുടിശ്ശിക നൽകുക, പെൻഷൻ സീലിംഗിലെ അപാകതകൾ പരിഹരിക്കുക, സുരക്ഷിതമായ ജോലി സാഹചര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ജൂലൈ 1 മുതൽ KGMCTA പ്രതിഷേധത്തിലാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള പരിഹാര നടപടികളും ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി റിലേ OP ബഹിഷ്കരണം ഉൾപ്പെടെ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് പ്രവേശിച്ചിരുന്നു. തുടർന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ വകുപ്പ് ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സംഘടനയ്ക്ക് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കാത്തതിനാൽ സമരം ശക്തമാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ജനുവരി 12-ന് ധനകാര്യ വകുപ്പ് മന്ത്രി, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പ്രവേശന തസ്തികയിലുണ്ടായ ശമ്പളക്കുറവ് പരിഹരിക്കാമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പരിഗണിക്കാമെന്നും അറിയിച്ചിരുന്നു. തുടർന്നാണ് സംഘടന സമരം നീട്ടിവെച്ചത്. എന്നാൽ ജനുവരി 18-ന് ഇറക്കിയ സർക്കാർ ഉത്തരവ് നിരാശാജനകമായിരുന്നു. പ്രവേശന തസ്തികയിലുണ്ടായ ശമ്പളക്കുറവ് ഭാഗികമായി മാത്രം പരിഗണിച്ചുകൊണ്ട് അലവൻസാണ് നൽകിയത്. അതിലെ മുൻകാല പ്രാബല്യവുമില്ല. ഉടൻ തന്നെ വരാനിരിക്കുന്ന അടുത്ത ശമ്പള പരിഷ്കരണത്തിലേക്ക് തുടർച്ചയുമില്ല. അതിനാൽ തന്നെ എൻട്രി കേഡറിലെ ബഹുഭൂരിഭാഗം ഡോക്ടർമാർക്കും ഒരു വിധത്തിലുമുള്ള ഗുണവും ലഭിക്കാത്ത നിർദ്ദേശമാണ് അതിലുള്ളത്. തൃശൂർ കോർപ്പറേഷൻ സൗന്ദര്യവൽക്കരണത്തിന് അമൃതമിത്രം പദ്ധതി പ്രകാരം നട്ടുവളർത്തിയ ചെടികൾ വെള്ളം കിട്ടാതെ ഉണങ്ങി തുടങ്ങി. മണ്ണുത്തി, പനഞ്ചകംചിറ പോലീസ് സ്റ്റേഷൻ പരിസരം, സ്വരാജ് റൗണ്ട് എന്നിവിടങ്ങളിൽ മേയറായിരുന്ന MK വർഗീസിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ചെടികൾ സ്ഥാപിച്ച് നിത്യവും നനച്ച് പരിപാലിച്ചിരുന്നത്. ഭരണം മാറിയതോടെ കോർപ്പറേഷൻ ജീവനക്കാർ മറന്നതാണോ അതോ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ജീവനക്കാർ അവഗണിച്ചതാണോ എന്നറിയില്ല. വെള്ളം കിട്ടാതെ ചെടികളൊക്കെ ഏതാണ്ട് ഉണങ്ങി കരിഞ്ഞ മട്ടാണ്. ഇത്തരം പണികൾ ചെയ്യാൻ ദിവസവേതനത്തിന് ജീവനക്കാരെ നിയമിച്ചിരുന്നതായി മുൻ മേയർ പറയുന്നു. മേയർക്കൊപ്പം മേയറുടെ പ്രത്യേക താൽപര്യപ്രകാരം ആരംഭിച്ച പദ്ധതി പോകട്ടെയെന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ടാകും എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. നാടിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി പരിപാലിക്കാൻ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെയോ ലയൺസ് ക്ലബ്ബ്, YMCA പോലുള്ള സംഘടനകളെയോ ഏൽപ്പിച്ച് ചെടികളെ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. ഇനി കരിഞ്ഞുണങ്ങിയ ചെടികൾക്കും വെള്ളമൊഴിക്കുന്ന കാഴ്ചയും നാട്ടുകാർ താമസിയാതെ കാണേണ്ടി വരും. മുൻ മേയർ MK വർഗീസിന് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് എന്തെന്ന് കൂടി കേൾക്കാം. നമസ്കാരം. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വളരെ കഷ്ടപ്പാടോടുകൂടി കഴിഞ്ഞ ഭരണകാലത്ത് 2020 മുതൽ 2025 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അമൃത് മിത്ര. ഈ അമൃത് മിത്ര പദ്ധതി പ്രകാരം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നമ്മളത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 280ഓളം ഗാർഡനുകൾ നമ്മൾ വിവിധ ഡിവിഷനുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർബേജ് ഫ്രീ സിറ്റി എന്നതിൻ്റെ ഭാഗമായി റോഡുകളുടെ ഇരുവശങ്ങളിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചു.
അതുപോലെ തന്നെ മാലിന്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം എടുത്തു മാറ്റി അവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് ഒരു പുതിയ തൃശ്ശൂരിനെ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം, കേരള സർക്കാർ തന്നെ ഏറ്റവും നല്ല വൃത്തിയുള്ള നഗരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത് തൃശ്ശൂരിനാണ്. പക്ഷേ ഇന്നത് മാറ്റിമറിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് വളരെ ഖേദമായി തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് വരേണ്ടി വന്നത്. പല സ്ഥലങ്ങളിലും സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി വെച്ച ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുക. സമയബന്ധിതമായി അവർ ഇടപെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അമൃതപുത്രയുടെ ഭാഗമായി 4 പേരെ ഓരോ ഡിവിഷനിലേക്ക് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൂച്ചെടികൾ വയ്ക്കുന്നതിനും നനയ്ക്കുന്നതിനും അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള പനഞ്ചകൻ ചെറിയുടെ ഭാഗം വളരെ ശോചനീയമാണ്. എല്ലാ ചെടികളും ഉണങ്ങി നിൽക്കുന്നു. വളരെ ഭംഗിയായി നിന്നിരുന്ന ചെടികളൊക്കെ ഉണങ്ങി തുടങ്ങി. അതുപോലെ തന്നെ തൃശ്ശൂർ പട്ടണത്തിനകത്ത് റൗണ്ടിനകത്ത് ഞങ്ങൾ വെച്ചിരുന്ന ചെടികൾ നമുക്കറിയാം, സമയബന്ധിതമായി അത് നനയ്ക്കുന്ന ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് ആ ചെടികൾ ഉണങ്ങുന്നു. വിവിധ ഡിവിഷനുകളിലും ഇതുപോലെ തന്നെ നനയ്ക്കുന്നുണ്ടോ എന്നിപ്പോൾ സംശയാസ്പദമായ അന്തരീക്ഷമാണ്. ദയവ് ചെയ്ത് കോർപ്പറേഷനോട് വീണ്ടും പറയുന്നു, എന്നോടുള്ള വല്ല വിഷമം കൊണ്ടാണെങ്കിൽ പോലും ചെടികളോട് അത് ചെയ്യരുത്. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യം നിലനിർത്തണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട മേയർ ഇടപെടണം. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെടികൾ വെച്ചിരിക്കുന്നതൊക്കെ വീണ്ടും ഒന്ന് പരിശോധിച്ച് വേണ്ട നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ എൻക്രോച്ച്മെൻറ്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്ന ബാരിക്കേഡുകൾ പൊളിക്കുന്നു. മേയർ അവിടെ ഇരിക്കരുത്, മേയർ പുറത്തിറങ്ങണം. ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. രാധാകൃഷ്ണ ഹോട്ടലിൻ്റെ അവിടെ പൊളിച്ചു. അത് അവർക്ക് വേണ്ടി സേവനം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാൽ ഇതൊക്കെ തെറ്റായ നടപടിക്രമമാണ്. നമ്മൾ ചെയ്യുന്നത് അപകടമില്ലാതിരിക്കുന്നതാണ്. അപകടമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങളൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മേയർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കുള്ള 2ാം ഘട്ട കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. മാന്നാമംഗലം മലങ്കര കത്തോലിക്ക പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ 4 മുതൽ 10 വരെയുള്ള വാർഡുകളിൽ നിന്നും ഗ്രാമസഭകൾ മുഖേന അപേക്ഷ നൽകിയ 38 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക സനീഷ്, റജി പൂറ്റാനിയിൽ, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, സുസ്മി എന്നിവർ സംസാരിച്ചു. സഭയിൽ വെച്ച് 2025-26 സാമ്പത്തിക വർഷത്തിലെ കട്ടിലിൻ്റെ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 15 കൊല്ലത്തോളം നമ്മൾ ഇതിൻ്റെ ഈ പദ്ധതി വിഹിതമായും അല്ലെങ്കിൽ ഗ്രാമസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഏകദേശം 15 കൊല്ലത്തോളം കട്ടിലിൻ്റെ വിതരണമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് വകയിരുത്തുകയും ആ വകയിരുത്തിയ പൈസ കൊണ്ട് വാങ്ങിച്ച കട്ടിലാണ്. അതിൽ ഓരോ വാർഡിലേക്ക് 6 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 4ാം വാർഡ് മുതൽ 10ാം വാർഡ് വരെയുള്ള 2ാം ഘട്ടമാണ്. അതായത് 1ാം ഘട്ടം നമ്മൾ കൊടുത്തു കഴിഞ്ഞു, 2ാം ഘട്ടമാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകൾ ഇപ്പോൾ പദ്ധതി ഗ്രാമസഭകളല്ല, പദ്ധതി വയ്ക്കാനുള്ള ഗ്രാമസഭകൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും 7ാം വാർഡിലെ ഗ്രാമസഭ. നാട്ടുകാരുടെ സഹകരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ കർത്തവ്യം മൂലം രക്ഷപ്പെട്ടത് ഒരു ജീവൻ. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊഴുക്കുള്ളി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രാത്രിയുള്ള ഉത്സവ ഡ്യൂട്ടിയിലായിരുന്നു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ജോർജും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോജുവും. ഡ്യൂട്ടിക്കിടയിൽ പുലർച്ചെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ബഹളം കേട്ടു. ASI സന്തോഷ് ജോർജ് വേഗം അങ്ങോട്ട് ഓടിയെത്തി. 75ഓളം വയസ്സ് പ്രായമുള്ള ഒരാൾ കുഴഞ്ഞു കിടക്കുകയാണ്. അടുത്തുള്ളവരാകെ പരിഭ്രമിച്ച് നിൽക്കുന്നതിനിടയിൽ 2 പേർ കൈകൊണ്ട് വീണ് കിടക്കുന്നയാൾ തിരക്കിനടിയിൽപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ASI സന്തോഷ് ജോർജ് വീണ് കിടന്നയാളെ പതുക്കെ നിവർത്തി കിടത്തി. CPO ജോജു അടുത്ത് കൂട്ടം കൂടി നിന്നവരെ മാറ്റി നിർത്തി തിരക്ക് നിയന്ത്രിച്ചു. തുടർന്ന് വീണ് കിടന്നയാളെ പലവട്ടം തട്ടി വിളിച്ചെങ്കിലും അയാൾ അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല. ഉത്സവ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാഹനം അത്യാവശ്യ ഫോൺ കോൾ വന്ന് മാടക്കത്തറ ഭാഗത്തേക്ക് ഡ്യൂട്ടിക്ക് പോയതിനാൽ അവിടെ പോലീസ് വാഹനവും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ASI ആംബുലൻസിന്റെ നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വണ്ടിയെത്താൻ അറിയിച്ചു. ഈ സമയം CPO ഡ്യൂട്ടിക്കായി പോയ വാഹനത്തിലെ സബ് ഇൻസ്പെക്ടർ K ഉണ്ണിയെ അറിയിക്കുകയും വാഹനം കുറച്ച് ദൂരെ ആയതിനാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് വേണ്ട സജ്ജീകരണം ചെയ്തോളൂ എന്നും പറഞ്ഞു.
ഇതിനിടയിൽ സന്തോഷ് കിടക്കുന്നയാളെ തറയിൽ നേരെ കിടത്തി കൈകൾ വശത്തേക്ക് വെച്ച് CPR നൽകുന്നതിനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു യുവതി കടന്നു വന്നത്. സാർ, ഞാൻ നഴ്സാണ്, CPR കൊടുത്തോട്ടെ. ഇത് കേട്ടതും ASI സന്തോഷ് വേഗം എഴുന്നേറ്റു. മാഡം, CPR കൊടുത്തോളൂ, ഞാൻ അപ്പോഴേക്കും ആംബുലൻസ് എത്തിക്കാനുള്ള സംവിധാനം നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ആംബുലൻസ് ലൊക്കേഷൻ മനസ്സിലാകാതെ കുറച്ച് ദൂരത്തേക്ക് പോയെന്ന് മനസ്സിലായപ്പോൾ അടുത്തുള്ള വീട്ടിലെ കാർ പോർച്ചിൽ നിന്നും ഒരു കാർ കിടക്കുന്നത് കണ്ട് സംഭവം ആ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ ഉടൻ തന്നെ കാർ റോഡിലിറക്കി ചാവി ASIക്ക് കൈമാറി. ഇതിനിടയിൽ തളർന്നു കിടന്നയാൾ CPR ലഭിച്ച ഉടൻ ഒന്ന് അനങ്ങി ശബ്ദമുണ്ടാക്കി. ഇതിനിടയിൽ ASI സന്തോഷ് കാറുമായി എത്തി വീണ് കിടന്നയാളെ കാറിൽ കയറ്റി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നലെ ഞങ്ങൾ 3 പേരും കൊഴുക്കുള്ളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വേലാഘോഷവുമായി ബന്ധപ്പെട്ട് രാത്രി കാവടിയുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആ സമയം ഒരു പുലർച്ചെ 12 മണിക്ക് ശേഷം പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടി അവിടെ ഒരാൾ തളർന്നു വീണ് അനക്കമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ആൾക്ക് ശരീരത്തിൽ തീരെ ഒരു അനക്കമില്ലാത്തൊരു ഇത് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പമ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു നഴ്സ്, പ്രൊഫഷണലായിട്ടുള്ള ആൾക്ക് ഇത് കൊടുത്തു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ തന്നെ CPR കൊടുത്തപ്പോൾ തന്നെ ആൾക്കൊരു അനക്കം വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നോക്കിയപ്പോൾ നമ്മുടെ ജീപ്പ് വിളിച്ചപ്പോൾ അർജൻറ്റായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയതുകൊണ്ട് ആംബുലൻസ് വിളിച്ചപ്പോൾ ഈ കൊഴുക്കുള്ളിയിലേക്ക് പെട്ടെന്ന് വരാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ നേരെ മുമ്പിലുള്ള വീട്ടിലൊരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ഞാനും സഹപ്രവർത്തകരും ചേർന്ന്, ഞാനും സച്ചുവും ജോജുവും ചേർന്ന് പെട്ടെന്ന് ആ കാറ് വീട്ടുകാരനേത് വാങ്ങി രോഗീനെ നാട്ടുകാരുടെ സഹായത്താൽ പെട്ടെന്ന് കാറിൽ കയറ്റി നടത്തറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡും ICUവിൽ കയറ്റി കാര്യങ്ങൾ ചെയ്തപ്പോൾ ആൾക്ക് അപകടനില തരണം ചെയ്തതായി പറഞ്ഞു. അപ്പോൾ ആൾക്കിപ്പോൾ നിലവിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. മണ്ണുത്തി സ്റ്റേഷനിലായ ഉദ്യോഗസ്ഥരായ ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇത്തരത്തിലുള്ള ഒരു സഹായം പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാ മേലുദ്യോഗസ്ഥർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും ഇത്തരത്തിൽ നന്ദി രേഖപ്പെടുത്തുക. ഞാൻ മണ്ണുത്തി സ്റ്റേഷനിലെ ASI ആണ്. എൻ്റെ പേര് സന്തോഷ് ജോർജ് എന്നാണ്. ഇത് ഹെഡ് കോൺസ്റ്റബിൾ ആണ്, CPO ആണ്. ജോജു, സച്ചു, CPO സച്ചു, ഞങ്ങൾ 3 പേരാണ് ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും വളരെ സന്തോഷം. ഡ്യൂട്ടിയിൽ ഇതുപോലുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അതിനുള്ള അവസരം ഉണ്ടാക്കിയ മേലുദ്യോഗസ്ഥർക്കും ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഭാഗമായി ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ച ജനങ്ങളോടും ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരോട് പ്രത്യേകം നന്ദി. തൃശൂർ പ്രസ് ക്ലബിന്റെ കുടുംബമേളയിൽ പത്രപ്രവർത്തക യൂണിയന്റെ മികവിനുള്ള അംഗീകാരം CTV ക്യാമറാമാൻ സാബു റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനിൽ നിന്നും ഏറ്റുവാങ്ങി. CSI കൊച്ചിൻ മഹായിടവക യുവജന കലാമേളയിൽ തൃശൂർ ജില്ല 1ാം സ്ഥാനം നേടി. CSI കൊച്ചിൻ മഹായിടവക യുവജന കലാമേള 2026 CSI സെന്റ് തോമസ് ചർച്ച് മണ്ണുത്തിയിൽ നടന്നു. സമാപന സമ്മേളനത്തിൽ ബിഷപ്പ് റവറൻ കുര്യൻ പീറ്റർ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ പ്രദീപ് ജോർജ്, യൂത്ത് വർക്കർ റവറൻ വിൽസൺ VM, ലേ സെക്രട്ടറി തമ്പി പോൾ, തൃശൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റവറൻ പോൾ ജോസഫ്, യൂത്ത് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റവറൻ ജോസഫ് പീറ്റർ, തൃശൂർ ഏരിയ സ്കൂൾ മാനേജർ റവറൻ ജോൺസൺ E. ജോർജ്, വിവിധ സഭയിലെ യുവജനങ്ങൾ, യൂത്ത് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളുമായി വിജ്ഞാന കേരളം മെഗാ വെർച്വൽ ജോബ് ഫെയർ ജനുവരി 31 ശനിയാഴ്ച നടക്കും. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായി തൊഴിൽ അന്വേഷകർക്കായി മെഗാ വെർച്വൽ ജോബ് ഫെയർ 2026 സംഘടിപ്പിക്കുന്നത്. +2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ലഭിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തലക്കോട്ടുകര, ഗവൺമെന്റ് വുമൺസ് പോളിടെക്നിക് കോളേജ് നെടുപുഴ എന്നിവിടങ്ങളിലാണ് അഭിമുഖം. പങ്കെടുക്കുന്നവർക്ക് കേരള സർക്കാരിന്റെ DWMS പോർട്ടൽ മുഖേന അപേക്ഷ നൽകാം. ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ താമസ സ്ഥലത്തിനടുത്തുള്ള കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം. ജില്ലയ്ക്ക് പുറത്തു താമസിക്കുന്ന തൃശൂർ ജില്ലക്കാർക്ക് തങ്ങൾ താമസിക്കുന്ന ജില്ലകളിലെ കേന്ദ്രങ്ങളിലും ഇന്റർവ്യൂവിന് ഹാജരാകാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2725 പരം ഒഴിവുകളും +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 7522 പരം എൻട്രി ലെവൽ അവസരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ITI യോഗ്യതയുള്ളവർക്ക് നിർമ്മാണം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ മേഖലകളിലായി 31,984 അധികം ഒഴിവുകളും ധാരാളം അവസരങ്ങളും ലഭ്യമാണ്. ഡിപ്ലോമാധാരികൾക്ക് 19,215 സ്കിൽ അടിസ്ഥാനമാക്കിയ തൊഴിലവസരങ്ങളും മേളയിലുണ്ട്. വിരിപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽസ് ലേ ഓഫ് അവസാനിപ്പിച്ച് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലെത്തിക്കുമെന്ന് മന്ത്രി P. രാജീവ്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തൻ ഉണർവിനായുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകവെയാണ് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഇക്കാര്യം അറിയിച്ചത്. വിരിപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ 2023 ഫെബ്രുവരി മുതൽ ലേ ഓഫിലാണ്. നിലവിൽ മിൽ റോളിൽ സ്ഥിരം കോൺട്രാക്ട്, സെക്യൂരിറ്റി വിഭാഗങ്ങളിലായി 138 ജീവനക്കാരുണ്ട്. മിൽ പ്രവർത്തനക്ഷമമാക്കിയാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനാകും. സംസ്ഥാന സർക്കാർ കോട്ടൺ ബോർഡ് രൂപീകരിച്ചതോടെ അസംസ്കൃത വസ്തുവായ പരുത്തിയുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള നിലയുണ്ട്. വിരിപ്പാക്ക സ്പിന്നിംഗ് മില്ലിന്റെ കൈവശം ഇപ്പോൾ 10 ഏക്കർ ഭൂമിയാണുള്ളത്. വാഴാനി ഡാമിനോട് ചേർന്നുള്ള ഈ അധിക ഭൂമിയിൽ ടൂറിസം അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. 30 കോടിയോളം രൂപ മുതൽ മുടക്കി കേരള സർക്കാർ നടപ്പാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൽപാദനക്ഷമതയുള്ള ആധുനിക മെഷീനുകൾ മില്ലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മില്ലിന്റെ പേരിൽ ഉണ്ടായിരുന്ന 28 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്ത് മില്ലിന്റെ ബാധ്യതയിൽ നിന്നും എഴുതിത്തള്ളി. മില്ല് തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പുതിയ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച് 2023 ഫെബ്രുവരിയിലെ വേതന കുടിശ്ശികയും നിലവിലുള്ള സ്ഥിരം ജീവനക്കാർക്ക് ഓണം അഡ്വാൻസായി 5,000 രൂപയും നൽകിയിരുന്നു.
ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി പ്രവർത്തിപ്പിച്ച് കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകി മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ, വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുളങ്ങുന്നത്തുകാവിലെ കെൽട്രോൺ ഉപകമ്പനികളുടെ ലിക്വിഡേഷനിലുള്ള 12 ഏക്കർ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നും മണ്ഡലത്തിലെ വ്യവസായ എസ്റ്റേറ്റുകളുടെയും സംരംഭകർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിൽ കെൽട്രോണിൻ്റെയും സീമിറ്റിൻ്റെയും സംയുക്ത സംരംഭം എന്ന നിലയിൽ കോമൺ ഫെസിലിറ്റി സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ യാഥാർത്ഥ്യമാക്കുന്നതിനും ബാക്കി ഭൂമിയിൽ കെൽട്രോണിൻ്റെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ കൈവശത്തു നിന്നും പ്രസ്തുത ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള കോടതി നടപടികൾ വേഗത്തിലാക്കണമെന്നും നമ്മുടെ സർക്കാർ 23 കോടി രൂപ വൈദ്യുതി കുടിശ്ശിക എഴുതി തള്ളിയതും 30 കോടിയിലധികം രൂപ മുടക്കി നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൽപാദനക്ഷമതയുള്ള ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുകയും ചെയ്ത വിരിപ്പാക്കയിലെ സഹകരണ സ്പിന്നിംഗ് മിൽ ലേ ഓഫ് അവസാനിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും അടക്കമുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തൻ ഉണർവിനായുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സബ്മിഷൻ. ബഹുമാനപ്പെട്ട നിയമ, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, കെൽട്രോണിന്റെ അടച്ചുപൂട്ടിയ സബ്സിഡറി കമ്പനിയായ കെൽട്രോൺ പവർ ഡിവൈസ് ലിമിറ്റഡിന്റെയും കെൽട്രോൺ റെക്ടിഫയേഴ്സ് ലിമിറ്റഡിന്റെയും കൈവശമുണ്ടായിരുന്ന 12.19 ഏക്കർ ഭൂമി അത് കഴിഞ്ഞ ദശകങ്ങളായിട്ട് കോടതിയുടെ കേസിനകത്ത് കിടക്കുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ടാക്കി 5 ഏക്കർ ഭൂമി സ്ഥലവില ഈടാക്കി നിയമാനുസൃത അനുമതിയോടുകൂടി കേന്ദ്ര സ്ഥാപനമായിട്ടുള്ള സിമെറ്റിന് നൽകാനും 7.19 ഏക്കർ ഭൂമിയിൽ സിമെറ്റുമായി ചേർന്ന് സെൻസർ ഉൽപ്പാദനം, കാലിബ്രേഷൻ, ടെസ്റ്റിംഗ് എന്നിവയ്ക്കും ഇലക്ട്രോണിക്സ് കമ്പോണന്റ് ഉപകരണങ്ങളുടെ ഉൽപ്പാദനത്തിനുമായി ഒരു ജോയിന്റ് വെഞ്ചർ എന്ന നിലയിൽ ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ആരംഭിക്കുന്നതിനും സർക്കാർ മന്ത്രിസഭ അംഗീകാരം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി കെൽട്രോണിന് സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് 11/12/2025 ഉത്തരവായി. അതിൻ്റെ ഫലമായിട്ട് ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ പക്കലുണ്ടായിരുന്ന ആസ്തികളും രേഖകളും ഈ ജനുവരി 20 കെൽട്രോണിന് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കമ്പനികൾക്കെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന വൈൻഡിംഗ് അപ്പ് ഉത്തരവും പിൻവലിച്ചു. ഇപ്പോൾ 5 ഏക്കർ ഭൂമി സിമെന്റിന് നൽകുന്നതിനായി നടപടി സ്വീകരിച്ചു. ഇനി അവരുടെ കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ ഏറെക്കാലമായി 10-25 വർഷമായി അടഞ്ഞുകിടന്നിരുന്ന ആ സ്ഥാപനം പുതിയ രൂപത്തിൽ പുതിയ കാലത്തിന്റെ വ്യവസായമായി തുറന്നു പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തൃശ്ശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് 29.98 കോടി രൂപ മുടക്കി നവീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും അത് കുറേ കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. വീണ്ടും ഫെബ്രുവരി 23 മുതൽ 2023 ലേ ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനകത്ത് 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ഗവൺമെൻറ് ഏറ്റെടുത്തു. മില്ലിൻ്റെ ബാധ്യതയിൽ നിന്നത് എഴുതി തള്ളി. റവന്യൂ റിക്കവറി നടപടികൾ ഒഴിവാക്കി നൽകി. ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. GST രജിസ്ട്രേഷൻ പുതുതായി നേടിയെടുത്തു. ഇപ്പോൾ ആധുനിക സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി പ്രവർത്തിപ്പിച്ച് കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പ്രസ് ക്ലബ് കുടുംബമേളയുടെ ഉദ്ഘാടനവും സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കാസിനോ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ 2024-25 കാലയളവിൽ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയവർക്ക് പ്രസ് ക്ലബിന്റെ ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാട്ടീൽ, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജ്, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഫാദർ പോൾ പൂവത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പാട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും മാധ്യമപ്രവർത്തകരുടെ നാടകവും അരങ്ങേറി. തൃശൂർ പ്രസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, മുൻ സെക്രട്ടറി ES സുഭാഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ CA കൃഷ്ണൻ, ജോയ് മണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ അവഗണനയ്ക്കെതിരെ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ കരിദിനം ആചരിച്ചു. വൈദ്യരത്നം ആയുർവേദ കോളേജിലെ KPCTA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച കരിദിനം ആചരിച്ചു. എൻട്രി കേഡർ തസ്തികയിലെ ശമ്പള സ്കെയിലിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്.
വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും അനുവദിക്കുക. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അനുവദിക്കുന്ന വികസന ഫണ്ട് കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുക. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും KPCTA യൂണിറ്റ് മുന്നോട്ട് വെച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ സർക്കാർ തുടർന്നും വൈകിയാൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. പരേതനായ തെക്കേക്കര നെല്ലങ്ങര തിമോത്തി ഭാര്യ KV അന്നമ്മ ടീച്ചർ നിര്യാതയായി. 98 വയസ്സായിരുന്നു. മന്ത്രി K രാജന്റെ PA ഷാജു CKയുടെ ഭാര്യ മാതാവാണ്. സംസ്കാരം 28/1/2026 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പട്ടിക്കാടുള്ള ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് പറവട്ടാനി മാർ അദ്ദായ് സ്ലേഹ പള്ളിയിൽ വെച്ച് നടത്തുന്നതാണ്. പൊങ്ങണങ്കാട് ശ്രീ നാരായണ സേവാ മന്ദിരം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ കൊണ്ടാടി. രാവിലെ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 11:30 മുതൽ 2 മണിവരെ ദേശകമ്മിറ്റികളുടെ കാവടിയാട്ടവും അഭിഷേക ചടങ്ങുകളും നടന്നു. വൈകിട്ട് 4 മണിക്ക് ദേശപൂരങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്, പാണ്ടിമേളം എന്നിവയും 6:45 വിശേഷാൽ പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും 8 മണിക്ക് അത്താഴ പൂജയും ഉണ്ടായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങൾ അവസാനിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള രണ്ടാംഘട്ട കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. CSI കൊച്ചിൻ മഹാ ഇടവക യുവജന കലാമേളയിൽ തൃശൂർ ജില്ല 1ാം സ്ഥാനം നേടി. സർക്കാർ അവഗണനയ്ക്കെതിരെ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ കരിദിനം ആചരിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.